ആണ്ടവരുടെ നാമം മഹിഴ്വും അവൻ്റെ നാമം മഹിഴ്ചപ്പെടുവും. അവൻ നമുക്ക് ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ നമ്മൾ അവൻ്റെ കറുത്ത ദിവസത്തിൽ വരുവാണ്, അവൻ വന്നിരിക്കുകയാണ്. അവൻ നമുക്ക് നമ്മളോട് എന്നാ ചെയ്ത്, അവൻ എന്നാ നമ്മളോട് അവൻ നമുക്ക് എന്നാ പഠിപ്പിക്കുന്നത് നമുക്ക് വാസിക്കണം. നമ്മൾ എപ്പിസോഡ് 169 C18 169 தான் നമ്മൾ പഠിക്കുന്നത്. അത് ഇന്ന് കൊലോസ്യൻ്റെ പുസ്തകം 1:20 தான் നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ കൊഞ്ചം പിന്നാലെ പോയിട്ട് നമുക്ക് ആണ്ടവർ എന്നാ പേശുന്ന നമുക്ക് പാർக்கலாம். ആണ്ടവരുടെ ചിത്തം തന്നെ നമുക്ക് മനസ്സിലാവണം. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് എന്നാ പ്രിയണം, ആണ്ടവർ നമ്മോട് എന്നാ പേശാൻ ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ എന്നാ പേശാൻ ആൻ്റെ ചിത്തമായിരിക്കുന്നോ അത് തന്നെ നമുക്ക് പേശണം. അത് മറ്റുമല്ല, അതുകൊണ്ട് നമുക്ക് എന്നാ കിടക്കണം, നമുക്ക് ദൈവത്തിൽ നിന്നും നമുക്ക് സമാധാനം കിടക്കണം. അത് ആണ്ടവരിൽ നിന്നും സമാധാനം, നമുക്ക് ഐശ്വര്യം എല്ലാമേ കിടക്കണം. അതിന് നമുക്ക് എപ്പടി പറ്റും? ആണ്ടോടെ വചനം നമ്മൾ പഠിക്കുമ്പോൾ താൻ നമ്മൾ നമുക്ക് പറ്റും. നമ്മൾ ഈ വാക്യം നമ്മൾ 20-ാം വാക്യം വാസിക്കുമ്പോൾ നമുക്ക് അത് താൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് കൊഞ്ചം പിന്നാലെ പോയിട്ട് നമുക്ക് പിന്നെ 20-ാം വാസത്തിൽ നമ്മൾ വന്നിടാം. നമ്മൾ 18-ാം വാക്യം തൊട്ട് നമ്മൾ കീഴിലോട്ട് പോയി 2 വാക്യം നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ തിരുമ്പി വരിക. ആൻഡ് ഹീ ഈസ് ഹെഡ് ഓഫ് ദ ബോഡി. നമുക്ക് പുടിയണം നല്ലപോലെ. അവൻ താൻ നമ്മുടെ തല എന്ന് ചൊല്ലിയാൽ അവൻ താൻ നമ്മളെ നിയന്ത്രിക്കുന്നവൻ, അല്ലെങ്കിൽ ആ തലയാണ് നമ്മുടെ മുഴുവനും ശരീരത്തെ എന്നാ ചെയ്യുന്ന എല്ലാമേ കാക്കുന്ന തലയില്ലെങ്കിൽ ഒന്നുമേ പണ്ണാൻ മുടിയാതെ. കാരണം അത് നേരത്തെ ഞാൻ ചൊല്ലി, കാരണം തലയിലെ ആ ബ്രെയിൻ താൻ എല്ലാമേ കൺട്രോൾ പണ്ണുന്നത്, അല്ലെങ്കിൽ ആ തല താൻ നമുക്കെല്ലാം കൺട്രോൾ നമുക്ക് എന്തെങ്കിലും പാക്കണം എന്നുണ്ടെങ്കിൽ തലയിലിരിക്കുന്ന കണ്ണ് താൻ വേണം. നമുക്ക് എന്തെങ്കിലും സാപ്പാട് നമുക്ക് പസിക്കുവാണെങ്കിൽ നമ്മളെന്തെങ്കിലും സാപ്പിടുവാണെങ്കിൽ എന്നാ വേണം? വാ വേണം. അതും തലയിൽ താൻ. നമുക്ക് ശ്വാസം വേണമെങ്കിൽ എന്നാ വേണം? നമ്മുടെ മൂക്കിൽ നമുക്ക് ശ്വാസം എടുക്കണം. അങ്ങനെ താൻ നമ്മൾ ജീവിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേവപ്പെടും. ചെവി നമുക്ക് തേവയാണ്. അന്നേരം നമ്മളുടെ തലയാണ് നമ്മുടെ സമ്പൂർണ്ണ ശരീരത്തെ കൺട്രോൾ പണ്ണുന്നത്. ഈ സമ്പൂർണ്ണ ശരീരം അതുകൊണ്ട് தான் இங்கே அப்போஸ்தலனாയ പൗലോസ് ஆண்டவரே என்ன പറ്റി അതിന് മഹിഴ്ച അങ്ങ് കൊടുത്തിരിക്കും. എന്താ മഹിഴ്ച എന്താ കൊടുത്തിരിക്കും? അതിന് മഹത്വം എന്നാ കൊടുത്തിരിക്കും? അവൻ ചൊല്ലുകയാണ്, അവൻ താൻ തല. അന്നേരം ആര് താൻ തല? ആണ്ടവരായ യേശുക്രിസ്തു താൻ തല, ഹെഡ് ഓഫ് ദ ബോഡി, ദ ചർച്ച് ഹൂ ഇസ് ദ ബിഗിനിങ്. അത് മറ്റുമല്ല, അത് നമ്മുടെ ശരീരമായിട്ട് ചൊല്ലുമ്പോൾ തല നമ്മുടെ ഹെഡ്. അത് മറ്റുമല്ല, നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മൾ എங்கே കൂടി വരുന്നോ, ഐക്യപ്പെട്ട് നമ്മൾ കൂടി വരുന്നോ, അങ്ങേ ആര് താൻ തല? ആണ്ടവർ താൻ. അതായത് സഭയിലെ മൂപ്പന്മാരല്ല, അവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആരുടെ കൺട്രോളിൽ തന്നെ അത് പണിത്? തലയുടെ. തലയുടെ ആണ്ടവരായ യേശുക്രിസ്തു. അത് ആണ്ടവരായ യേശുക്രിസ്തു എന്നാ വചനത്തിൻ്റെ മന്നയിൽ നിന്നും നമ്മളോട് പേശുന്നോ അത് താൻ നമുക്ക് പേശാൻ മുടിയും. നമുക്ക് വചനത്തിൽ നിന്നും നമുക്ക് വെളിയിൽ നിന്നും ഒന്നുമേ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് എന്നാ നമ്മൾ പണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചൊല്ലുന്നത്, ചർച്ച അതിൻ്റെ തലയാരാ? അതും ആണ്ടവരായ യേശുക്രിസ്തു താൻ. അത് മറ്റുമല്ല. അവൻ താൻ ആദി, അവൻ താൻ ആദിജാതനും അവൻ താൻ ആദി. അതായത് ഈ സൃഷ്ടി ഉണ്ടായതിനും മുന്നമേ ഇங்கே ഒന്നുമേ ഇല്ല. ആണ്ടവർ താൻ സൃഷ്ടിയെ ഉണ്ടാക്കിയത്. അതായത് ആര് ചമച്ചതാൻ? ആണ്ടവർ താൻ. അതായത് അവൻ താൻ ആദി. കാരണം നമുക്ക് എന്തെങ്കിലും തോന്നണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു വരയെപ്പറ്റി ഞാൻ ചൊല്ലിയാച്ചു, അതിനൊരു പോയിന്റ് വേണം. അവിടുന്ന് താൻ നമ്മൾ പോകും. അതേപോലെ തന്നെ ഇங்கே ചൊല്ലുന്നത് എന്നത് അവൻ താൻ ആദി. അത് മാത്രമല്ല, അവൻ ഫസ്റ്റ് പോണെന്ന് അവന് മുന്നേ വേറെ ആരുമേ പിറന്നിട്ടില്ല.
അന്നേരം ഫസ്റ്റ് ബോൺ അവൻ താൻ. ഏതിൽ നിന്ന് ഫസ്റ്റ് ബോൺ താൻ? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. അതായത് മരണത്തിന് ഇതുവരെയും ഉയർപ്പെഴുന്നേൽപ്പ് കിടക്കാതെ. അത് ഉയർപ്പെഴുന്നേറ്റ് എപ്പം കിടക്കും? ആണ്ടവർ സ്വർഗത്തിൽ നിന്നും കീഴെ വരുമ്പോൾ അന്നേരം നമുക്ക് ഉയർപ്പെഴുന്നേൽപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം അവൻ சொல்ல, എന്നാൽ ഇതിനെല്ലാത്തിനും ആദ്യം ആര് താൻ? ആണ്ടവരായ യേശുക്രിസ്തു. അവൻ മരിച്ച മരണത്തിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ പോയിരിക്കുക. അന്നേരം അവൻ താൻ ആദ്യം. അവൻ പിന്നെ മരിച്ചിട്ടില്ല. വേറെ ആണ്ടവരായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ എന്നാ പണിയാച്ച? ലാസറെ ജീവിപ്പിച്ചാച്ചേ, പലരെ മരണത്തിൽ നിന്നും വിടുവിച്ചാച്ചേ, രോഗത്തിൽ നിന്നും വിടുവിച്ചാച്ചേ, പ്രയാസത്തിൽ നിന്നും വിടുവിച്ചാച്ചേ. എന്നാൽ അവൻ മരണത്തിൽ നിന്നൊക്കെ വിടുതൽ കൊടുത്തെങ്കിലും അവരെല്ലാം പിന്നെയും ഇരന്നാച്ച. ആരെങ്കിലും മരിക്കാതിരിക്കുന്നുണ്ടോ? അതെല്ലാം ആസനം നമ്മൾ പാത്തു. അവനും മരിച്ചാച്ച്. അതായത് നമ്മൾ ആരെ പാച്ച. എന്നാൽ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ താൻ ഈ ലോകത്തിൽ ജീവിച്ചത്, അവൻ താൻ ഇപ്പം സ്വർഗത്തിൽ പോയിരിക്കും. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ താൻ ആദിജാതൻ. ആൻഡ് ദാറ്റ് ഓൾ തിങ് മൈറ്റ് ഹാവ് ദ പ്രീഎമിനൻസ്. അവനിൽ താൻ എല്ലാമേ ഉളവായത്. പ്രീഎമിനൻസ് എന്ന് പറഞ്ഞാൽ അതായത് എന്ത് നമ്മൾ പാക്കുന്നോ അതെല്ലാമേ വന്നത് എവിടെ നിന്നാണ്? അവനിൽ താൻ എല്ലാം വന്നിരിക്കുക. നമ്മൾ 19 വാക്യം, ഫോർ ഇറ്റ് ഇസ് പ്ലീസ് ദ ഫാദർ ഇൻ ഹിം ഷുഡ് ഓൾ ഫുൾനെസ്. അതുകൊണ്ട് എന്നാ പറയുന്നത്? തകപ്പനായ ആണ്ടവർ അവനിൽ നമ്മളെ നിറച്ചിരിക്കുന്ന. അവൻ ഈ ഷുഡ് ഓൾ ഫുൾനെസ്. അവനിൽ താൻ എല്ലാമേ നിറച്ചിരിക്കുന്നത്. കാരണം അതിൽ നിന്ന് താൻ നമുക്ക് എന്തെങ്കിലും കിടക്കും. എന്നിട്ട് ആണ്ടവർ താൻ എല്ലാത്തിൻ്റെയും നിറപ്പും അവൻ താൻ. എന്നാൽ ഇനി 20-ാം വാക്യത്തിൽ നമുക്ക് വാസിക്കാം. നമുക്ക് 20-ാം വാക്യം, ആൻഡ് ഹാവിങ് മെയ്ഡ് പീസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ഹിസ് ക്രോസ്. ഇங்கே சொல்லுது அப்போஸ்தலனாகிய பவுலோஸ் என்ன சொல்லுது? പാക്ക് என்ன சொல்லுது? അവൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് എന്നാ വന്നു? നിങ്ങൾക്ക് സമാധാനം കിടച്ചാച്ച്. അതായത് ഈ ലോകത്തിൽ സമാധാനമേ കിടക്കാതെ. ഇന്ന് ലോകത്തിൽ സമാധാനം ഇരിക്കെ നീ പാത്ത് നോക്ക്, എங்கே പോയാലും സമാധാനമില്ല. അത് എപ്പോഴും സമാധാനം ഉണ്ടായാച്ചേ? ആണ്ടവരുടെ രക്തം മൂലം. അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം കിടക്കാതെ. ഈ ലോകത്തിൽ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ രക്തം മൂലം നമുക്ക് സമാധാനം വന്നു. ഈ സമാധാനം എங்கே വരെ പോയാച്ചേ നമുക്ക് പാകും? ബൈ ഹിം ടു റീകൺസൈൽ ഓൾ തിങ് ആൻഡ് ടു ഹിം. റീകൺസൈൽ ഓൾ തിങ്. അതായത് എന്നൊക്കെ ഇരിക്കെ അതിനെയെല്ലാം റീകൺസൈൽ യോജിപ്പിച്ചത് ആര്? ആണ്ടവരായ യേശു ക്രിസ്തു. അത് നമ്മൾ റീകൺസൈൽ, നമ്മൾ മലയാളത്തിൽ നിന്ന് റീകൺസൈൽ ഇங்கே മലയാളത്തിൽ നിരപ്പിച്ചതെന്ന് ചൊല്ലിയാൽ നമ്മളെ കൂട്ടിച്ചേർത്ത് ഇണച്ചത്. അല്ലെങ്കിൽ അതിന് മുമ്പേ നമുക്ക് സമാധാനം കിടക്കാതെ. നമുക്ക് സമാധാനം അതായത് ഒരു സമാധാനം എപ്പടി വരും? രണ്ട് പാർട്ടികൾ തമ്മിൽ കോംപ്രമൈസ് ആവണം. കോംപ്രമൈസ് ആയിട്ട് അവർ ഒന്നിൽ അന്യോന്യം ശ്രമിച്ച് അല്ലെങ്കിൽ മന്നിച്ച് അവർ പിന്നെയും ചേർന്ന് പോകുമ്പോൾ താൻ സമാധാനം. നമുക്ക് ശണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിടക്കുമോ? ശണ്ട കൂടുന്ന സമാധാനം കിടക്കാതെ. ഇங்கே ആണ്ടോട് சொல்லுது, ഞാൻ അവൻ മുഖാന്തരം, തകപ്പനായ ആണ്ടോട്, ഞാൻ അവൻ മുഖാന്തരം നിങ്ങൾക്ക് സമാധാനം വരുത്തിയത്. അത് എപ്പടി വരുത്തിയാച്ചേ? അവൻ്റെ രക്തം മൂലം വരുത്തിയാച്ചേ. അവൻ്റെ രക്തം മൂലം മാത്രം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നിരപ്പിച്ചാച്ചേ. അന്നേരം നിരപ്പിച്ചത് ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ. എല്ലാ കാര്യവും, അതായത് ഒരു കാര്യം പോലും മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് ചൊല്ലാൻ പറ്റില്ല, ഇത് അവനല്ല നിരപ്പിച്ച, അല്ലെ ഇതുകൊണ്ടല്ല, ഇതിന് സമാധാനം അവനല്ല എന്ന് നമുക്ക് ചൊല്ലാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും സമാധാനവും അവൻ താൻ, അവൻ നമ്മളെ നിരപ്പിച്ചതും അവൻ താൻ. അത് കഴിഞ്ഞിട്ട് എന്നെ വാസിക്കുന്നത്
I say whether they be things in earth or things in എവിടെയൊക്കെ സമാധാനം വരുത്തിയെന്ന് சொல்லுது. നമ്മൾ വിചാരിക്കും ഭൂമിയിൽ സമാധാനം നമ്മൾ മട്ടും താൻ കഴിച്ചത് അല്ല. ഭൂമിയിൽ മറ്റുമല്ല, എങ്കിൽ വാസിക്കുന്ന ഭൂമിയിലും സ്വർഗത്തിലും. അന്നേരം സ്വർഗത്തിലും ഭൂമിയിലും സമാധാനം തരുന്നവൻ ആര്? താൻ ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അവൻ താൻ സമാധാനം നമുക്ക് തന്നിരിക്കും. നമ്മൾ ഇന്ന് ആൾക്കാർ സമാധാനം അന്വേഷിച്ച് ചന്ദ്രനിൽ പോവുക, അല്ലെങ്കിൽ വേറെ വേറെ ഗ്രഹങ്ങളിൽ പോവുക, അവിടെയൊക്കെ പോയി സമാധാനം. അവിടെ അങ്ങ് ആരുമേ ഇല്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമാധാനം കിടക്കുമെന്ന് വിചാരിക്കുക. അപ്പടി கிடைக்காது. അവർക്ക് എന്തുകൊണ്ട് கிடைக்காது? സമാധാനം അവനിൽ കൂടെ താൻ கிடைക്കും. നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയണം? അവൻ്റെ പക്കത്ത് ചെല്ലണം. അവനോട് ഒന്നാമത് നമ്മൾ അവനോട് നിരപ്പ് വരണം. അത് എപ്പടി നിരപ്പ് വരണം? ആണ്ടവരായ യേശു ക്രിസ്തു അവൻ്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സമാധാനം கிடைക്കാത്തത്? എന്തുകൊണ്ട്? താൻ പിശാച് താൻ ഇതിന് മുഖ്യ കാരണം. അവൻ നമുക്ക് സമാധാനം തരുവാൻ തക്കോണം അവൻ വലിയ ഒരു കാലം. അവൻ ആദമും ഹവ്വായെയും പറ്റി നമ്മൾ വാസിക്കുമ്പോൾ അവർ സമാധാനത്തോടല്ലേ അവർ ഏദൻ തോട്ടത്തിൽ വസിച്ചിരുന്നത്. അവർക്ക് എന്തോത്തിന് കമ്മി ഇരുന്നാച്ച്, അവർക്ക് ഫുഡ് ഇരുന്നാച്ച്, അവർക്ക് സന്തോഷം ഇരുന്നാച്ച്. ആദാമിന് എന്നാ തേവപ്പെടുമോ അത് അവന് ഫലങ്ങൾ കൊടുത്താച്ച്, മൃഗങ്ങളെ കൊടുത്താച്ച്, അവന് വിളയാടാൻ വേണ്ടി മൃഗങ്ങളെ കൊടുത്താച്ച്. അത് മാത്രമല്ല, അവൻ്റെ കൂടെ എപ്പോഴുമേ ആ മൃഗങ്ങൾ എല്ലാമേ ഇവനോട് പേശുമായിരുന്നു. അവർ പേശിക്കൊണ്ടിരുന്ന അങ്ങനെയുള്ള മൃഗങ്ങളോട് കൂടെ അവൻ വസിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ആണ്ടവർക്ക് എന്നെ பார்த்தாச்சு. ഈ ആദാമിന് സമാധാനം ഇരിക്കാതെ അവന് മനസ്സിൽ ഒരു പ്രയാസം ഇരിക്കെ അവൻ ആ പ്രയാസം എന്നതെന്ന് വിചാരിച്ച് താൻ ആണ്ടവർ ഇതെല്ലാം കൊടുത്തു. എന്നാൽ എന്നെ പറ്റി ആണ്ടവർ വിചാരിച്ചു, ഞാൻ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പൊണ്ണിനെ ഉണ്ടാക്കി അവന് കൊടുക്കും. കാരണം അവൻ്റെ ശരീരത്തിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന്. അന്നേരം ആണ്ടവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ആണ്ടവർ ആദാമിന് ഒരു മേജർ സർജറി പണിയാച്ച്. ഈ ലോകത്തിലെ ഫസ്റ്റ് സർജറി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന് ചൊല്ലുന്നത് അത് ആര് പണിയാച്ച? ആണ്ടവർ എന്നാ പണിയാച്ച്? അവൻ നമുക്ക് ഒരു നിദ്ര തന്നിട്ട് ആദാമിനെ ഒരു സർജറി ചെയ്ത് അവൻ്റെ വാരിയലിലെടുത്ത് ഒരു പൊണ്ണിനെ ഉണ്ടാക്കി. അന്നേരം ആ പൊണ്ണിനെ കിട്ടിയപ്പോൾ എന്നെ പറ്റി ആദാമിന് സമാധാനം കിടച്ചാച്ച്. കാരണം ഇപ്പം അവൻ്റെ ഹൃദയത്തോടെ സംസാരിക്കാൻ വേണ്ടി, അവൻ്റെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറയാനും എന്തിനാ ആണ്ടവർ എന്തിനു പണിയാച്ചേ? അതിൻ്റെ ഒരു മുഖ്യമായ കാരണം ഇവൻ എന്നാ കിട്ടണം? ഇവന് കൂട്ടില്ല, ഇവൻ ഒറ്റയ്ക്കായിപ്പോയി, ഇവന് സമാധാനം கிடைക്കണം. ആ സമാധാനത്തിന് വേണ്ടി താൻ എന്നാ പണിയത്? ആണ്ടവർ ഹവ്വായെ പണിയാച്ചി. അത് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ എന്നാ പറ്റിയ ആണ്ടവര എന്നിട്ട് പിശാച് മൂലം എന്നാ പറ്റിയാച്ചേ? പാപം വന്നാച്ച്. അങ്ങനെ സമാധാനം സമാധാനം പോയി കഴിഞ്ഞപ്പോൾ ആണ്ടവർ തന്നെ തൻ്റെ തകപ്പനായ ആണ്ടവർ തൻ്റെ ഏകജാതനായ പുത്രനെ, ആദിജാതനായ പുത്രനെ തന്നെ ഈ ലോകത്തിൽ അനുപ്പി അവൻ നമുക്ക് വേണ്ടി മരണത്തിന് അടിമയായി നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റി? നമുക്ക് സമാധാനം കിടച്ച്. എവിടെ സമാധാനം കിടച്ച്? ഈ ലോകത്തിലും സമാധാനം കിടച്ച്, സ്വർഗത്തിലും സമാധാനം കിടച്ച്. നമുക്ക് ആണ്ടവർ നമുക്ക് സമാധാനത്തിൻ്റെ ഉറവിടം. അവൻ നമ്മളെ നിരപ്പിച്ചിരിക്കുക. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആണ്ടവർ തന്നിരിക്കുന്ന ആ മഹാ അത്ഭുതത്തിന് വേണ്ടി, ആ പെരിയ അത്ഭുതത്തിന് വേണ്ടി നമുക്കവന് സ്തോത്രം பண்ணാം. ആണ്ടവർ നാമമായി മാറട്ടെ. ആമേൻ.